എക്സാം ഒക്കെ ഇതാ വരാൻ പോവുകയാണ്. +1 എത്തിക്കഴിഞ്ഞ് ആദ്യമായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ആണ് അല്ലേ, ഓണം എക്സാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും മിസ് പറഞ്ഞുതരാം. നിങ്ങൾ 30 മാർക്കിനാണ് ഈ ഒരു ഓണം എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം ചിലയിടത്ത് സ്കൂളുകളൊക്കെ എന്താണ് എക്സാം നടത്തിയിട്ടുണ്ടാവില്ല, ചാപ്റ്റർ ഒന്നും എത്തിയിട്ടുണ്ടാവില്ല, അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട്. എങ്കിലും നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ബോട്ടണിയിൽ നിന്ന് 30 മാർക്കിനുള്ള ചോദ്യങ്ങളും സുവോളജിയിൽ നിന്ന് 30 മാർക്കിനുള്ള ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടെ നിങ്ങൾ ഒരു ദിവസമാണ് എക്സാം എഴുതാൻ പോകുന്നത്. അങ്ങനെ ടോട്ടൽ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഈ ഒരു ഓണപരീക്ഷയോട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എക്സാം നിങ്ങൾ എഴുതുമ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ മിസ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം ബയോളജിയിലെ ഏതൊക്കെ ചാപ്റ്ററാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ബോട്ടണിയിൽ നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് ബോട്ടണി ഏതാ സുവോളജി എന്നുള്ളത്. അപ്പോൾ ആ കൺഫ്യൂഷൻ ആദ്യം നിങ്ങൾ മാറ്റുക. ബോട്ടണിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വൺ പ്ലാന്റ് കിങ്ഡം, മൂന്നാമത്തേത് മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതിൽ ഇൻഫ്ലോറസൻസ് വരെയുള്ള ഭാഗമാണ് ഫസ്റ്റ് ടേമിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ടത്. സുവോളജിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ലിവിംഗ് വേൾഡ്, സെക്കൻഡ് വൺ ആനിമൽ കിങ്ഡം, മൂന്നാമത്തേത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ വെയിറ്റേജിലേക്ക് വരുമ്പം പബ്ലിക് എക്സാമിനാണെങ്കിലും ഓണം എക്സാം ആണെങ്കിലും ഇനി ഏത് എക്സാം വരുവാണെങ്കിലും സുവോളജിയിലെ ആനിമൽ കിങ്ഡം പക്കാ നിങ്ങൾ സെറ്റ് ആക്കിയേ പറ്റുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണത്. ഓണപരീക്ഷയ്ക്ക് തന്നെ 10 മേലെ അല്ലെങ്കിൽ 12 മാർക്കിനോളം 15 മാർക്കിനോളം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ആനിമൽ കിങ്ഡത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലിവിംഗ് വേൾഡിൽ നിന്ന് ഒരു 4 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരും. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് 8 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ സുവോളജിയിലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് നിങ്ങൾ ഏത് എക്സാമിന് പോകുമ്പോഴും ആനിമൽ കിങ്ഡത്തിന് തന്നെ കൊടുക്കുക. അതിലെ ഡയഗ്രംസ്, പാറ്റേൺസ് ഒക്കെ ചോദിക്കും. ഡയഗ്രാം ബേസ്ഡ് ലേബൽ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി ബോട്ടണിയിലേക്ക് വരുമ്പം പ്ലാന്റ് കിങ്ഡം ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ നിന്നും ഏകദേശം ഒരു 6-7 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ബയോളജി ക്ലാസിഫിക്കേഷനും അതേ ഒരു വെയിറ്റേജ് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കണം. പ്ലാന്റ് കിങ്ഡത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബയോളജി ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതിൽ ഇൻഫ്ലോറസൻസ് വരെയുള്ള കുറച്ച് ഭാഗമാണ്. എന്നാൽ കൂടെ അതിൽ നിന്നും എന്ത് ചെയ്യാം 4-5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പം ഓണപരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. അവിടെയും പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നും ബയോളജി ക്ലാസിഫിക്കേഷനിൽ നിന്നും മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും ഡയഗ്രംസ് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബയോളജിയാണ്, ഡയഗ്രംസ് എല്ലാം മസ്റ്റായിട്ട് പഠിക്കണം. വെയിറ്റേജ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുക. നമുക്ക് സപ്പോർട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഓണപരീക്ഷയ്ക്ക് എന്ത് ചെയ്യും ടോപ്പ് സ്കോർ ലെവലിലേക്ക് എത്താം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. കൂടെ മിസ്സുണ്ട്. ഓൾ ദി ബെസ്റ്റ്.